ലോകത്തിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ്. 63 ലക്ഷം പേർക്കാണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഇതിനാവശ്യമായ പണത്തിന്റെ 99% സംസ്ഥാനം കണ്ടെത്തുന്നു. 1% താഴെ മാത്രമാണ് കേന്ദ്രവിഹിതം. എന്നാൽ കേരളത്തിൽ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേന്ദ്ര സർക്കാർ വകയാണെന്ന് നിരന്തരം പ്രചരിപ്പിക്കുകയാണ് ചില കേന്ദ്രങ്ങൾ. ഇത് പച്ചക്കള്ളമാണ്. വസ്തുതകൾ പരിശോധിച്ചു തന്നെ പോകാം. ആദ്യം വാർദ്ധക്യ പെൻഷന്റെ കാര്യം നോക്കാം. വാർദ്ധക്യ പെൻഷൻ അർഹരായ 29 ലക്ഷം ഗുണഭോക്താക്കളാണ് ഉള്ളത്. ഇതിൽ വെറും 3.7 ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്ര സഹായം. ഈ 3.7 ലക്ഷത്തിൽ 80 വയസ്സിൽ താഴെയുള്ളവർക്ക് വെറും 200 രൂപയും 80 വയസ്സ് കഴിയുന്നവർക്ക് 500 രൂപയുമാണ് കേന്ദ്ര സഹായം. അതായത് 3.7 ലക്ഷം പേർക്ക് ലഭിക്കുന്ന 2000 രൂപയിൽ വെറും 200-500 രൂപ മാത്രമാണ് കേന്ദ്രത്തിന്റെ സംഭാവന. ബാക്കിയുള്ള 25 ലക്ഷത്തിലധികം വരുന്ന മുഴുവൻ പേർക്കും 2000 രൂപ മുഴുവനായി നൽകുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഇനി വിധവാ പെൻഷൻ. 13.66 ലക്ഷം ഗുണഭോക്താക്കളുള്ള വിധവാ പെൻഷനിൽ വെറും 2 ലക്ഷം പേർക്ക് മാത്രമാണ് തുച്ഛമായ കേന്ദ്ര സഹായം ലഭിക്കുന്നത്. അതും വെറും 300 രൂപ വെച്ച് മാത്രം. ബാക്കി 11.66 ലക്ഷം പേർക്കും 2000 രൂപ വീതം മുഴുവൻ തുകയും നൽകുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്ക് നൽകുന്ന പെൻഷനിൽ ആകെയുള്ള 85,000 പേർക്കും മുഴുവൻ തുകയും നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇതിൽ കേന്ദ്രവിഹിതം 0ആണ്. ഭിന്നശേഷി പെൻഷൻ. 4.09 ലക്ഷം പേർക്ക് നൽകുന്ന ഭിന്നശേഷി പെൻഷനിൽ കേവലം 19,000 പേർക്ക് മാത്രമാണ് കേന്ദ്ര സഹായം ലഭിക്കുന്നത്. അതും വെറും 300 രൂപ മാത്രം. 4 ലക്ഷം പേർക്കും 2000 രൂപ വെച്ച് നൽകുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. 3.51 ലക്ഷം പേർക്ക് നൽകുന്ന കർഷക പെൻഷനായി മുഴുവൻ തുകയും വഹിക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഇതിൽ കേന്ദ്രവിഹിതം 0ആണ്. 85,000-ഓളം വരുന്ന അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷന് മുഴുവൻ തുകയും ചെലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇതിലും കേന്ദ്രവിഹിതം 0ആണ്. വിവിധ ക്ഷേമനിധി ബോർഡുകളിലായി 13 ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകുന്നത്. ഇതിൽ മുഴുവൻ തുകയും വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇതിലും കേന്ദ്രവിഹിതം 0ആണ്. അതായത് ആകെ 63 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നതിൽ വെറും 8 ലക്ഷം, കൃത്യമായി പറഞ്ഞാൽ 8,46,456 പേർക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ വിഹിതമുള്ളത്. അതായത് ആകെ പെൻഷൻ കിട്ടുന്നവരിൽ 12% ആളുകൾക്ക് മാത്രം. അതും 200-300-500 രൂപ വീതവും. വാർദ്ധക്യ, വികലാംഗ, വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഈ നാമമാത്രമായ കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത്. പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും 1% മാത്രമാണ് ഈ നാമമാത്രമായ കേന്ദ്രവിഹിതം. അതുതന്നെ 500 കോടി കുടിശ്ശികയാണ്. എല്ലാം കേന്ദ്രം നൽകുകയാണെന്നും പറഞ്ഞുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞു ചമയുന്നവരോട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ പോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാത്തതെന്തേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ.